എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു പലഹാരമാണ് സുഗിയൻ. എന്നാൽ നമുക്ക് വീട്ടിൽ വളരെ പെർഫെക്റ്റായിട്ട് ഇതുണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ലതായിട്ട് കഴുകി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 വിസിലാണ് വരുത്തിച്ചെടുത്തത്. ഇത് വേകുന്ന സമയം കൊണ്ട് 3/4 കപ്പ് ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കുക. ഒരു നുൽപ്പരുവൊന്നും ആവട്ടെ, ശർക്കര ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. ഇവിടെ ചെറുപയർ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. പയർ നല്ല രീതിയിൽ വെന്ത് വരണേ എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ വെന്ത് വരണം. മിക്സിയുടെ ചെറിയ ജാറിൽ 3/4 ടീസ്പൂൺ നല്ല ജീരകവും 5 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ തൊലി കളഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാരയോട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ പൊടിച്ചങ്ങ് മാറ്റി വെക്കാം. ഉരുക്കിയെടുത്ത ശർക്കര പാനി അരിച്ചൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരുന്ന സമയമാകുമ്പം 1 കപ്പ് തേങ്ങ ചിരകി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി ഇതിനെ മിക്സ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും നമ്മൾ പഞ്ചസാര ഏലക്കയും പൊടിച്ചില്ലേ, ആ പൊടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തീ ഫുൾ കുറച്ച് വെച്ച് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ചെറുപയറിലോട്ട് ശർക്കരപ്പാനിയൊക്കെ നല്ലതായിട്ടൊന്ന് പിടിച്ച് വരണം. ഇതിൽ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയമാകുമ്പം തടി വെച്ച് ഇതിനെ നല്ലതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. പയർ നല്ലതായിട്ട് വെന്തതായിരിക്കണം കേട്ടോ. അതല്ലെങ്കിൽ പയർ മണി പോലെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടിയെടുക്കാൻ പറ്റാതെ വരും കേട്ടോ. ഇത് നല്ലതായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒത്തിരി ചെറിയ ഉരുളകളല്ല, ഒത്തിരി വലിയ ഉരുളകളുമല്ല. ചപ്പാത്തി മാവിൻ്റെയൊക്കെ വലിപ്പത്തിലുണ്ടല്ലോ, ആ ഒരു വലിപ്പത്തിൽ നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം. ഇവിടെ ഒരു പാത്രത്തിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇഡ്ഡലിമാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം അതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സ്പൂണിൻ്റെ പുറഭാഗം നമ്മൾ മാവി മുക്കുമ്പോൾ അതിലിങ്ങനെ നല്ലതായിട്ട് കവർ ചെയ്ത് മാവിരിക്കണം. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാനായിട്ട്. നമ്മളെടുത്ത ബോൾസ് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാവിൽ മുക്കിയെടുത്ത് ഓരോ ബോൾസ് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് തന്നെ തിരിച്ച് മറിച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. കാരണം പയറൊക്കെ വെന്തതായതുകൊണ്ട് ഇതിൻ്റെ കോട്ടിങ് മാത്രം വെന്താൽ മതിയല്ലോ. നമുക്കങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. സുഗിയനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ശർക്കരപ്പൊടി എടുക്കുവാണെങ്കിൽ അതിന് മധുരം കുറവായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ മധുരം കൂട്ടിയിടണം കേട്ടോ. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.